ന്യായാധിപന്മാരുടെ പുസ്തകം അദ്ധ്യായം 10. അബീമേലെക്കിന്റെ മരണശേഷം യിസ്സാഖാർ ഗോത്രത്തിൽ ദോദോവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോലാ യിസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു. അവൻ എഫ്രയീം നാട്ടിലെ ശാമീരിൽ ആയിരുന്നു പാർത്തത്. അവൻ യിസ്രായേലിന് 23 വർഷം ന്യായപാലനം ചെയ്തു. പിന്നീട് അവൻ മരിച്ചു. ശാമീരിൽ അവനെ അടക്കം ചെയ്തു. തോലയുടെ മരണശേഷം ഗിലെയാദ്യനായ യായീർ എഴുന്നേറ്റ് യിസ്രായേലിന് 22 വർഷം ന്യായപാലനം ചെയ്തു. അവന് ഓരോ കഴുത സ്വന്തമായുള്ള 30 പുത്രന്മാരും അവർക്ക് 30 പട്ടണങ്ങളും ഉണ്ടായിരുന്നു. ഗിലെയാദ് ദേശത്തുള്ള ഈ പട്ടണങ്ങൾ ഇന്നുവരെയും ഹവ്വോത്ത് യായീർ എന്ന പേരിൽ അറിയപ്പെടുന്നു. യായീർ മരിച്ചു. കാമോൻ പട്ടണത്തിൽ അവനെ അടക്കം ചെയ്തു. യിസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരെത്ത് ദേവിയെയും അരാമ്യരുടെയും സീദോന്യരുടെയും മോവാബ്യരുടെയും അമ്മോന്യരുടെയും ഫെലിസ്ത്യരുടെയും ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ ഉപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ കോപം യിസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ അവരെ ഫെലിസ്ത്യരുടെയും അമ്മോന്യരുടെയും കയ്യിൽ ഏല്പിച്ചു. അവർ ആ വർഷം മുതൽ 18 വർഷം യോർദ്ദാനക്കരെ ഗിലെയാദ് എന്ന അമോര്യ ദേശത്തെ എല്ലാ യിസ്രായേൽ മക്കളെയും ഉപദ്രവിച്ച് ഞെരുക്കി. കൂടാതെ യിസ്രായേൽ വളരെ കഷ്ടത്തിൽ ആകത്തക്കവണ്ണം അമ്മോന്യർ യെഹൂദയോടും ബെന്യാമീനോടും എഫ്രയീം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദ്ദാൻ കടന്നു. യിസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ യിസ്രായേൽ മക്കളോട് അരുളിച്ചെയ്തത്, മിസ്രയീമ്യർ, അമോര്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ എന്നിവരുടെ കയ്യിൽനിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ? കൂടാതെ സീദോന്യരും അമാലേക്യരും മാവോന്യരും നിങ്ങളെ ഞെരുക്കി. നിങ്ങൾ എന്നോട് നിലവിളിച്ചു. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽനിന്നും രക്ഷിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു അന്യദൈവങ്ങളെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കയില്ല. നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പീൻ. അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ. യിസ്രായേൽ മക്കൾ യഹോവയോട്, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം പോലെ ഒക്കെയും ഞങ്ങളോട് ചെയ്തുകൊൾക. ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് യഹോവയെ സേവിച്ചു. ആകയാൽ അവരുടെ അരിഷ്ടതയിൽ യഹോവയ്ക്ക് സഹതാപം തോന്നി. അനന്തരം അമ്മോന്യർ ഒന്നിച്ചുകൂടി ഗിലെയാദിൽ പാളയമിറങ്ങി. യിസ്രായേൽ മക്കൾ ഒരുമിച്ച് മിസ്പയിലും പാളയമിറങ്ങി. ഗിലെയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവൻ ആർ? അവൻ ഗിലെയാദ് നിവാസികൾക്ക് തലവനാകും എന്ന് പറഞ്ഞു.